ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഗാഥ, ഞാൻ ഓഫീസിലേക്ക് പോവാ. ആയിക്കോട്ടെ, പോയിട്ട് വാ. ഹലോ. എന്താ നവീൻ? ഇങ്ങനെ ആയിരുന്നില്ലല്ലോ തന്റെ പതിവ്. ഞാൻ ഓഫീസിലേക്ക് പോകുമ്പോ കാറ് വരെ കൂടെ വരും, കൈ വീശി യാത്രയാക്കും. അങ്ങനെയൊക്കെ ആയിരുന്നില്ലേ? എനിക്ക് ഇങ്ങനെ ചോദിക്കുന്ന അറിയായിരുന്നു. അതിനു വേണ്ടി തന്നെ ഞാൻ ഇങ്ങനെ ഇരുന്ന്. ഓ ആണോ? പിന്നെ എന്തെങ്കിലും ആവശ്യമില്ലെങ്കിൽ എന്നെ വിളിക്കണം. വാട്ട്? ആവശ്യമില്ലെങ്കിലോ? ആവശ്യമുണ്ടെങ്കിലല്ലേ വിളിക്കേണ്ടത്? അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. എന്നെ വിളിക്കാൻ വേണ്ടി ഒരു ആവശ്യത്തിന് അങ്ങനെ കാത്തു നിൽക്കരുത്. വിളിച്ചോണം, മനസ്സിലായോ? എന്നിട്ട് മനസ്സിലെ പേടിയൊക്കെ മാറ്റി ഒരു മിടുക്കി കുട്ടിയായിട്ട് ഇവിടെ നിൽക്കണം ഞാൻ തിരിച്ചു വരുമ്പോ. ഓക്കേ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ആചാരങ്ങളൊക്കെ ഇത്രയും പോരെ, അതോ കൂടുതൽ എന്തെങ്കിലും? കൂടുതലൊക്കെ ഞാൻ വൈകിട്ട് വന്ന് വാങ്ങിച്ചോളാം. അവൾ ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങള് നവീനെ പഠിപ്പിച്ചു വെച്ചിരിക്കാം. അത് മാറ്റിയേ പറ്റൂ. സ്ത്രീകളെന്താ പുരുഷന്റെ അടിമയാണ് അല്ലെന്ന് ഞാൻ നവീനെ ബോധ്യപ്പെടുത്തി കൊടുക്കും. നവീൻ എന്റേതല്ലേ, അപ്പൊ നവീൻ എങ്ങനെ പെരുമാറണമെന്ന് ഞാനല്ലേ ഡിസൈൻ ചെയ്യുന്നത്. മോളെ, കുറച്ചു മുമ്പേ ഡോക്ടറെ കണ്ടപ്പോഴും അമ്മയുടെ കാര്യത്തിൽ ഒരു പ്രതീക്ഷയില്ലെന്നാ പറഞ്ഞത്. എന്ത് ചെയ്യാനാ, സ്വയം മരണം പിടിച്ചു വാങ്ങിയതുപോലുള്ള അവസ്ഥയായി അവളുടെ കാര്യം. അമ്മയ്ക്ക് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാ നിന്റെ കാര്യത്തിലാ എനിക്ക് വിഷമം. മോൾക്ക് അച്ഛൻ നല്ല ഒരു പയ്യനെ കണ്ടുപിടിച്ചാലെന്ന് ആലോചിക്കുക. വേണ്ട, എന്ത് സംഭവിച്ചാലും എനിക്ക് നവീന്റെ ഭാര്യയായി ജീവിച്ചേ പറ്റൂ. അമ്മ ഈ അവസ്ഥയിലായത് നിന്റെ ആ ആഗ്രഹം നടത്തി തരാൻ വേണ്ടിയല്ലേ? ഇനി അതിനു വേണ്ടി ശ്രമിച്ച് നീയും കൂടി ഇല്ലാതാവണോ? വേണ്ട മോളെ, എല്ലാം മറന്നേക്ക്. നിന്നെ നല്ല ഒരാളെ പിടിച്ച് ഏൽപ്പിച്ചിട്ട് അച്ഛന് ചില ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട്. അല്ല, അച്ഛനെന്താ വിദേശത്തോ മറ്റോ പോകുന്നുണ്ടോ, അതോ അങ്ങനെ എന്തെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? അതൊന്നുമല്ല. നിന്നെ വിവാഹം കഴിച്ച് അയച്ചാലും നിന്റെ കാര്യങ്ങൾ നോക്കാൻ ഒരാള് വേണ്ടേ? വിവാഹം കഴിഞ്ഞാൽ നീ ഗർഭിണിയാവും, പ്രസവിക്കാൻ വരും. അപ്പോഴൊക്കെ നിന്നെ പരിചരിക്കാൻ ഒരാള് വേണ്ടേ? അതിന് പറ്റിയ ഒരാളെ അച്ഛൻ അച്ഛന്റെ ജീവിതത്തിലേക്ക് കൂട്ടും.